എന്റെ പൊന്നാണ് രവിക്ക് ലഭിച്ച ചിത്രങ്ങൾ വ്യാജമാണെന്ന് മതികല വാദിക്കുന്നു. മോർഫ് ചെയ്ത ചിത്രങ്ങളോ? അത് ഈ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യത്തില്ലേ? ഫോട്ടോയ്ക്ക് പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കാൻ മതികലയുടെ ശ്രമം. ഞാൻ ഈ ഫോൺ നന്നാക്കാൻ കൊടുത്തത് അന്നേരെ അവിടെ ബാലേട്ടനും ഉണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങൾ? അണ്ണാച്ചി ബാലനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ ഞാൻ അക്കച്ചാട്ട് പിണങ്ങും അക്കച്ചി. സഞ്ജു അടിക്കാനാണോ? ബാലനാണ് ഈ ബുദ്ധിക്ക് പിന്നിലെന്ന് രവിയെയും വിശ്വസിപ്പിക്കുന്നു. ചെന്നായ വൃത്തികെട്ട പാണ്ടി സൈക്കിൾ അണ്ണാച്ചി. ബാലേട്ടനോ? ബാലേട്ടനല്ല, ബാലചന്ദ്രൻ. ബാലനെതിരെ മെമ്പറും കൂട്ടരും സംഘടിക്കുന്നു. അതെ, ഇതൊരു തുടക്കം മാത്രമാ. ഇന്ദു വാ, തുടർന്ന് കാണുക. ചന്ദ്രേട്ടൻ തിരിച്ചു പോരാന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാൻ പോയി കട തുറപ്പിച്ചിട്ടേ വരത്തുള്ളായിരുന്നു. വഴക്കൊന്നും വേണ്ടല്ലോ എന്ന് കരുതി എന്തു. മെമ്പറൊക്കെ മഹാവിഷവാ. നാളെ നമുക്ക് ആ കട തുറക്കാനേ പറ്റാത്ത അവസ്ഥയാവും. ഈ നാട്ടില് നീതി നിയമമൊക്കെ ഇല്ലേ ചന്ദ്രേട്ട? പോലീസും ഇല്ലേ? പോലീസ് സംരക്ഷണയിലൊക്കെ ഒരു കട നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്തു? നാട്ടുകാരകന്നാ പിന്നെ ആരെങ്കിലും കടയിൽ വരുമോ? എന്തായാലും വലിയ ക്ഷീണമായിപ്പോയി ചന്ദ്രേട്ട. ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ എന്തു. എപ്പോഴും ജയിച്ചു നിൽക്കുന്ന ഒരു തട്ടക്കമല്ല ജീവിതം. അയ്യോടാ, തുക്കിടി സായിപ്പ് കളിച്ച് ഗമയിൽ പോയ ബാലേട്ടൻ കട തുറക്കാൻ പോലും പറ്റാതെ തിരിച്ചു വന്നിരിക്കുന്നു. എന്തു പറ്റി ബാലേട്ടാ? പോയ വഴിക്ക് പെട്ടെന്ന് ഹർത്താൽ ഉണ്ടായോ? അതോ വല്ല വഴിതടയൽ സമരവും ഉണ്ടായോ? ഉണ്ടായത് എന്താണെന്ന് കലമോള് കൃത്യമായിട്ട് അറിഞ്ഞു കാണുമല്ലോ. പിന്നെന്താ ഒരു ചോദ്യം? അയ്യോ, നമ്മളൊന്നും അറിഞ്ഞില്ലേ. നമുക്ക് അതീന്ദ്രിയ ജ്ഞാനമൊന്നും ഇല്ലല്ലോ. നിനക്കുള്ള ജ്ഞാനം ചതിയുടെ ക്ഷേത്ര ഗണിതമാണെന്ന് എനിക്കറിയാം. വല കെട്ടുക എന്നുള്ളത് ചെലന്തിയുടെ ജന്മവാസന അല്ലേ വക്കീലെടുത്തി? വന്നു വീഴാതെ നോക്കേണ്ടത് പ്രാണികളുടെ ഉത്തരവാദിത്വം. അധികം നീ അങ്ങ് നെകളിക്കരുത് കേട്ടോ. ഞാൻ നെകളിക്കും വക്കീലെടുത്തി. അത്രയ്ക്ക് നിങ്ങൾ എന്നെ നോവിച്ചതാ പല പല കാര്യങ്ങളിൽ. നിങ്ങൾക്കും ഭർത്താവിന് കിട്ടുന്ന ഓരോ തിരിച്ചടികളും ഞാൻ അങ്ങ് ആഘോഷിക്കും. കലമോൾക്ക് ഞങ്ങൾ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെന്തിനാ? ദ്രോഹിച്ചിട്ടില്ലെന്നോ? നിങ്ങളോ? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പഴയ ഭാര്യയും എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ദ്രോഹിച്ചെങ്കിൽ നന്നായി പോയി. നിന്റെ കയ്യിലിരിപ്പ് ഉണ്ടാത്. എന്റെ കയ്യിലിരിപ്പ്? എന്റെ കയ്യിലിരിപ്പേ ഒരുത്തി കണ്ടതാ. രണ്ടാമത്തോളും അതേ വഴിക്കാണെങ്കിൽ നോക്കാം. ദേ, ഞാൻ വന്നു കയറി അന്നു മുതൽ നിന്നോട് പറയാ, പാവം സീതയെടുത്തിയുടെ അടുത്ത് നീ എടുത്ത ഭീഷണികളൊന്നും എന്റെ അടുത്ത് എടുക്കരുതെന്ന്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങ് ചെയ്യ് കലമോളെ. ഓ, ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പം വഴിതടയാൻ നിന്നത് നാട്ടുകാരല്ലയോ? നാട്ടുകാരാണ് വഴി തടയാൻ നിന്നതെങ്കിലും അതിന്റെ പുറകിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ കലമോളെ. ദൈവമായിരിക്കും. ദൈവമാണെങ്കിലും ചെകുത്താനാണെങ്കിലും മറക്കില്ല ഞങ്ങളിത്. മറക്കരുത് വക്കീലെടുത്തി, മറക്കരുത്. നീ ഒരു കാര്യം കൂടി ഓർത്തോ കലമോളെ. നീ ഒരാൾക്കൊരു കെണി ഒരുക്കുമ്പോ നിനക്ക് വേണ്ടി അതിലും ബലമേറിയ ഒരു കെണി വേറെ ഒരുങ്ങുന്നുണ്ടെന്ന്. ഷിനു, ഞാനിവിടെ എത്തി. നീ പറഞ്ഞതുപോലെ കാർ ഒഴിവാക്കി. ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ എന്താന്നെല്ലാം ശ്രദ്ധിക്കും എന്ന് നീ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ഞാനെന്തായാലും ഇവിടെ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി. ശരി, ഞാൻ വിളിക്കാം.
പറയൂ, സാറിന് എന്ത് സേവനമാണ് ഞങ്ങളിൽ നിന്ന് വേണ്ടത്? അത് പിന്നെ ഞാൻ പറയുന്നത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുമല്ലോ അല്ലേ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളെ രഹസ്യം സൂക്ഷിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ സാർ? എനിവേ, എന്താ സാറിൻ്റെ പ്രോബ്ലം? ബിസിനസ്, പേഴ്സണൽ ഓർ ഫാമിലി? ഫാമിലി. ഓക്കെ, ഞാനൊരാളെ കണക്ട് ചെയ്ത് തരാം. വൺ മിസ് ഡയാന നൈനാൻ മാത്യു. ഇവിടുത്തെ ലീഡിംഗ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളിൽ ഒരാളാണ്, പ്രത്യേകിച്ച് ഫാമിലി കേസുകളിൽ. അല്ല സർ, ഞാനൊരു ലേഡിയോട് എൻ്റെ പ്രശ്നങ്ങൾ പറയാമെന്ന് വെച്ചാൽ. അതല്ലേ നല്ലത്. ഏതൊരു പുരുഷനും തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ നല്ലത് ഒരു സ്ത്രീ തന്നെയാ. പ്രത്യേകിച്ച് ഭാര്യയുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മകൾ മറ്റൊരു പുരുഷനോട് പറയുമ്പോൾ അതിലൊരു അപമാനം ഫീൽ ചെയ്യത്തില്ലേ? ആ, അത് ശരിയാ. അപ്പോൾ ഡയാന രവി അസിസ്റ്റ് ചെയ്യും. ജെനുവിൻ കക്ഷിയാ, വിശ്വസിക്കാം. അത് ഡയാനെ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരെയും വിശ്വസിക്കാം. 1 മിനിറ്റ്. റോഷൻ, ആ ഡയാനയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ആ ഡയാന, ഇത് മിസ്റ്റർ രവിചന്ദ്രൻ. രവിക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ഫാമിലി ഇഷ്യൂ ആണ്. രജിസ്റ്റർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഓക്കെ സർ. ഹായ്. ഹലോ. യുവർ ഗുഡ് നെയിം സർ? രവിചന്ദ്രൻ. വൈഫ്? മതികല രവിചന്ദ്രൻ. കുട്ടികൾ? ഇല്ല. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 കൊല്ലമാവുന്നു. ഓഹോ, അതിനിടയിൽ എന്താ പ്രശ്നം? അത് പറയൂ. എൻ്റെ ഭാര്യയ്ക്ക് വേറൊരാളുമായി അത്ര നല്ലതല്ലാത്തൊരു അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയുള്ളതാ ആ വ്യക്തി? ഞങ്ങളുടെ വീട്ടിൽ തന്നെ. ഓ, നമുക്ക് അടുത്ത റൂമിലിരുന്ന് സംസാരിക്കാം. ശരി. വരൂ രവി. മനുഷ്യ മനുഷ്യ ആ മനുഷ്യൻ അറിഞ്ഞായിരുന്നോ? ആ പറഞ്ഞാ മതിയേ, അടിയൻ അറിഞ്ഞോളാമേ. അപ്പൊ അറിഞ്ഞില്ലായിരുന്നോ കാര്യങ്ങളൊക്കെ? എന്റെ പൊന്നു കുട്ടിമണി, എന്താണെന്ന് പറയാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? അയ്യോ, അപ്പൊ ഒന്നും മനുഷ്യ അറിഞ്ഞില്ല, ബാക്കി എല്ലാരും അങ്ങ് അറിഞ്ഞല്ലോ. ആ എന്നതാന്ന് പറയൂ കുട്ടിമണി. അതെ, ഉണ്ടല്ലോ. പിന്നുണ്ടല്ലോ. പിന്നെ പിന്നെ വലിയേട്ടൻ കട ഓർക്കാൻ പോയിട്ടേ കഴിഞ്ഞില്ല, തിരിച്ചു പോരേണ്ടി വന്നു. അതെന്നാ, താക്കോൽ കൊണ്ടുപോയില്ലേ? അയ്യോ, അതല്ലാന്നേ. പിന്നെ ഈ ജമ്പരം കൂട്ടരെ സമ്മതിച്ചില്ല. എന്തിന്? ഓ, ഈ പൊട്ട മനുഷ്യനൊന്നും മനസ്സിലാവില്ലല്ലോ എന്റെ ദൈവമേ. കട ഉറക്കാൻ സമ്മതിച്ചില്ലാന്ന്. അതെന്നാ? ഓ, ജമ്പർക്ക് ഭ്രാന്ത്. അല്ല പിന്നെ വലിയേട്ടൻ ഇപ്പൊ വല്യച്ച കൊണ്ടുവരണെന്ന്. ഓ, ഈ ചെറിയ ബുദ്ധി വെച്ച് നീ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞ എനിക്ക് ചെറിയ ബുദ്ധിയാന്ന്? എനിക്ക് വലിയ ബുദ്ധിയാ. ആനത്തലയുടെ അത്രയും വലിയ ബുദ്ധി. ആ, ചേനത്തലയാ. മനുഷ്യ മനുഷ്യ മനുഷ്യ, ഞാനൊരു സംശയം ചോദിച്ചട്ടെ? ആ, ചോദിക്ക്. മനുഷ്യൻ വല്യ നിക്കറിടുവോ? എന്ത്? മനുഷ്യനെ വല്യ നിക്കറിടത്തില്ലേന്ന്. വൃത്തിയോട് പറയരുത് കേട്ടോ. അവക്ക് ചോദിക്കാൻ കൊണ്ടൊരു ചോദ്യം. ഓ, ഇനി വേറെ 2 പേരുണ്ടല്ലോ. എന്താ ഇത്? ഫാൻഡോ? ആ, വല്യ നിക്കറില്ലേ, വല്യ നിക്കർ. പാൻഡം പാൻഡം പാൻഡം. ഫാൻഡോ അല്ല, മാൻഡ്രേക്ക്. അയ്യോ, പാൻസ് പാൻസ്. ആ, അതന്നെ അതന്നെ, പാൻഡ് പാൻഡ്. മനുഷ്യൻ പാൻഡത്തില്ലേ? ഓ ഇല്ല. ആ, വല്യത്തിനിട്ടല്ലോ, പിന്നെ മനുഷ്യരിട്ടാലെന്നാ? എന്നാത്തിനാ ഞാനിപ്പോ പാൻസ് ഇടുന്നേ? ചിരിച്ചാനാ? എന്ത് ചിരിച്ചാനാ? പിന്നെ നിനക്ക് ചിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ പാൻസ് ഇട്ട് നടക്കാൻ പോവല്ലേ? 2 കൊമ്പും ഒരു വാലും കൂടെ വെച്ചാലോ? അതെ, നല്ലൊരു പൊട്ടും കൂടി വെച്ചണം. നമ്മുടെ ആ പോക്കാച്ചി തവള വെക്കുന്ന ആ പൊട്ടില്ലേ, അത്തരം ഒരു പൊട്ട്. ഏത് പോക്കാച്ചി? നമ്മുടെ കൊച്ചിയുടെ അമ്മയില്ലേ, ആ വെള്ളാന കുട്ടി. കുട്ടിമണി, പ്രായമുള്ളവർ അങ്ങനെയൊന്നും പറയല്ലേ കുട്ടിമണി, ദോഷവാ. ആ, പോക്കാച്ചി പറഞ്ഞതിന് ദോഷ ഞാൻ അങ്ങ് സഹിച്ചു. ബുദ്ധി കുറഞ്ഞതിന് വേണ്ടി അഹങ്കാരം കൂടി കയ്യിലുണ്ടല്ലോ. അലങ്കാരോ? ഞാൻ അങ്ങനെ അലങ്കരിച്ച് നടക്കത്തൊന്നുമില്ല. പിന്നെ മനുഷ്യ, എന്നെ സിനിമ കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ, കാണിച്ചില്ല ഇതുവരെ. ആ, കാണിക്കാം. എന്നാ? ഞായറാഴ്ച. മനുഷ്യ, പിന്നെ ഉണ്ടല്ലോ, നമുക്കും സിനിമയിൽ അനുഭവിക്കാം. എന്റെ പൊന്നു കുട്ടിമണി,
ഞാൻ ഇപ്പൊ തന്നെ അഭിനയിച്ച് ഒരു പരുവായിട്ടിരിക്കുക. ഇനി സിനിമയിലെ കൂടെ വേണോ? വേണ്ടെങ്കി വേണ്ട, ഞാൻ ചോറിനാൻ പോവാല്ലോ. പിന്നെ മനുഷ്യന് വേണോ? വേണ്ട, എനിക്കേ ഇത്തിരി വെള്ളം കൊണ്ട് തന്നാ മതി. കുഞ്ഞുവെള്ളാണോ? എന്ത് വെള്ളം? കുഞ്ഞു അല്ലല്ല കഞ്ഞി. കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം പോയെടുത്തോണ്ടാ. ഇപ്പൊ കൊണ്ടുവരാവേ. വയ്യ എന്റെ മനുഷ്യന്. ഇപ്പൊ കൊണ്ടുവരാം. ദൈവമേ, ഇങ്ങനാണെങ്കിൽ കുറെ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ. ആ ഡയന, ഞാൻ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഉണ്ട്. ഇല്ലില്ല, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഈശ്വര, എന്തായിരിക്കും ഡയനയ്ക്ക് പറയാനുള്ളത്? എന്തായാലും എന്നെ നോവിക്കുന്നൊന്നും ആയിരിക്കില്ലേ? ആ ഷിനുവാ, ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഓ, നീ അറിഞ്ഞായിരുന്നോ? അത് ശരി. ഞാൻ CID പണിക്ക് ഒരാളെ വെച്ചപ്പോ നീ അതുക്കും മേലെ. കൊള്ളാലോടാ. ആ എടാ, ഫോൺ വെച്ചോ, ഡിറ്റക്റ്റീവ് വെച്ച് വരുന്നുണ്ട്. പിന്നെ ദയവേദി ഇതാരോടും പറയില്ലടാ. വിശ്വസിക്കാൻ പറ്റുന്ന ഒരുത്തനാണെന്ന് കരുതിയാ ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞത്. ചതിക്കരുത്. ഞാൻ വിളിക്കാം. ഹായ് രവി. ഹലോ. ഒരുപാട് നേരമായി വന്നിട്ട്. കുറച്ച്. ഭാര്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ തിടുക്കപ്പെട്ടിരിക്കുമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമല്ല. എന്റെ ഭാര്യ നല്ലവളും വിശ്വസ്തയൊക്കെയാണെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ ഭാര്യയെപ്പറ്റി തിരക്കാൻ അന്വേഷണ കമ്മീഷനുമായി ഭർത്താവ് ഇറങ്ങിയിരിക്കുന്നത്? അല്ല, അത് പിന്നെ ഏതൊരു ബന്ധവും തകർക്കുന്നത് സംശയമാണല്ലോ. സംശയത്തിന്റെ ഒരു തീപ്പൊരി വീണാൽ അതിങ്ങനെ ഉമിത്തിയിൽ കടന്ന് നീറുന്നത് പോലെ നേരിപ്പോഞ്ഞ് കത്തുവെന്നല്ലേ? ഓ, രവി സാഹിത്യകാരനുമാണോ? അയ്യോ അല്ലേ, പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കുമായിരുന്നു. വളരെ നല്ല നല്ല കൃതികൾ. വാവ്, അമേസിംഗ്. ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, പിന്നെ ലാലും ലീലയും അമ്പിളിയമ്മാവനും. ഓ, ബോബനും ബോളിയൊക്കെ വായിച്ച് ചിരിച്ച് ചിരിച്ച് തല കുത്തി മറിഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, ലെറ്റ്സ് കം ടു ദ മാറ്റർ. രവിയുടെ ഭാര്യയ്ക്ക് മനസിജൻ എന്ന ബ്രദറിലോയുമായുള്ള ബന്ധം അതല്ലേ അറിയേണ്ടത്? അതെ അതെ. രവിയുടെ കംപ്ലൈന്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ സ്പൈ വർക്ക് തുടങ്ങിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രവിയുടെ ഭാര്യയും ഈ വ്യക്തിയും തമ്മിൽ പണ്ടേ പരിചയക്കാരായിരുന്നു എന്നാണ്. ഏയ് ഇല്ലില്ല, അങ്ങനെ സംഭവിക്കില്ല. കുട്ടിമണിയെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷമാ. അത് രവിയുടെ ധാരണ, വിശ്വാസം. ബട്ട് ദേ ആർ കോളേജ് മേറ്റ്സ്. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ രവിയുടെ മുമ്പിൽ ഇട്ടുതരാം. തെളിവുകൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഞാൻ. എന്തായാലും ഒരു കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞേക്കാം, തൽക്കാലം രവി ഭാര്യയെ കൂടുതൽ വിശ്വസിക്കണ്ട. പിന്നെ ഒരിക്കലും ക്ലയന്റുമായി ഒരു പബ്ലിക് മീറ്റിംഗ് പാടില്ല എന്നത് ഞങ്ങളുടെ നിയമമാണ്. രവി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിവേ, ടെൻഷൻ ആവണ്ട, ബട്ട് ബി കെയർഫുൾ. എന്നത്തേക്ക് ബാക്കി വിവരങ്ങൾ അറിയാൻ പറ്റും? ഞാൻ വിളിക്കാം. ഷുവർ. പോട്ടെ. ശരി, ബൈ. ഞാൻ രവിയേട്ടനെ നോക്കി നിൽക്കുമായിരുന്നു. എന്തുപറ്റി? അതൊന്നും പതിവില്ലല്ലോ. പിന്നെ എന്നുവെച്ചാ വേറെ ആരും അല്ലേ രവിയേട്ടനെ നോക്കി നിൽക്കുന്നത്? ആ മതി, എനിക്കിപ്പോ തന്നെ തിരിച്ചു പോകണം. നാളെ രാവിലെ 9 എറണാകുളത്ത് മീറ്റിംഗ്. എനിക്ക് വയ്യ വെളുപ്പിന് എഴുന്നേറ്റ് പോവാൻ. സത്യം പറഞ്ഞാ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടുന്ന് കയറിയെന്നേ ഉള്ളൂ. നോക്കിക്ക് പറയുന്നത് കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടം ഭർത്താവ്. പോയ വഴിക്ക് കയറി പോലും, അല്ലാതെ എന്നെ കാണാനല്ല. എന്റെ പൊന്നിനെ കാണാൻ തന്നെയാണ്. പിന്നെ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ വേണം. രണ്ടാമത് പറഞ്ഞതാണ് കറക്റ്റ്. ഡ്രസ് എടുക്കാൻ വേണ്ടി ഇവിടെ കയറി. അല്ല മതി,
സത്യമായിട്ടും എന്റെ പൊന്നിനെ കാണാൻ വേണ്ടിയാ. രവിയേട്ടന്റെ ഈ പൊന്നെ വിളിയിലൊന്നും പഴയ പോലെ ആത്മാർത്ഥതയൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഒരുമാതിരി വഴിപാട് പോലെ. ഒരുമാതിരി വഴിപാട് പോലെയാ ഞാൻ എന്റെ ജീവിതം ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തന്നെത്താൻ ചാവുന്നത് പേടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. രവിയേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. അല്ല, കാര്യമുണ്ട്. എനിക്കറിയാം. ഒന്നുമില്ല മതി. എനിക്കറിയാം. ഞാൻ ഡോക്ടറെ കാണാൻ താമസിക്കുന്നോണ്ടുള്ള പരിഭവമല്ലേ രവിയേട്ടന്? സാരമില്ല കേട്ടോ, ഞാനത് മാറ്റിത്തരാം. തൽക്കാലം മതി എനിക്ക് തരേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാ. പിന്നെ ഈ ബാഗിൽ എന്റെ ഒരു ജോഡി ഡ്രസ്സ് വെക്കുകയും വേണം. രണ്ടും ഇപ്പൊ കൊണ്ടുവരാമേ. രവിയേട്ടാ, ദാ വെള്ളം കുടിക്ക്. എന്തു പറ്റി? രവിയേട്ടന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലല്ലോ. ഞാനറിയാതെ വേറെ വല്ല സുന്ദരിയും മനസ്സിൽ കയറി പറ്റിയോ? ഏയ് ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചേ ഉള്ളൂ. അങ്ങനെ ചുമ്മാ അതൊന്നും ആലോചിക്കണ്ട. എന്റെ ചെക്കന്റെ കൂടെ ഞാനുണ്ട്. പിന്നെ ആ ഗ്രേ ചെക്ക് ഷർട്ടും ബ്ലാക്ക് പാൻസും ബാഗിൽ വെച്ചിട്ടുണ്ട്. അതിടുമ്പോ എന്റെ രവിയേട്ടന്റെ സൗന്ദര്യം അങ്ങ് ഇരട്ടിക്കും. അന്നേരമാ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ. പിന്നെ അല്ലാതെ. രവിയേട്ടൻ നാളെ വരത്തില്ലേ? നാളെ അല്ലെങ്കിൽ മറ്റന്നാ. എന്താ? വന്നിട്ട് നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോയാലോ? ഒരു ചിന്ന ഔട്ടിങ്. ആയിക്കോട്ടെ. എന്നാ പിന്നെ രവിയേട്ട ചെല്ല്. ഇപ്പൊ ഇറങ്ങിയല്ലേ രവിയേട്ടന് സന്ധ്യയ്ക്കുമ്പോ എറണാകുളത്ത് എത്താൻ പറ്റൂ. ആ അത് ശരിയാ. ടാറ്റാ. അങ്ങനെ രവിയേട്ടൻ പോയി. ഇനി അടുത്ത പണിക്കുള്ള സമയമായി. ഏയ് ശീലാവതി, കുട്ടിമണി, പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായി? എടുത്തു വെച്ചു പാലെടുത്ത് വെച്ചു മോളെ. ശബ്ദം താഴ്ത്തി ഒന്ന് പറ. നിങ്ങള് ബഹളം വെച്ച് ലോകം മൊത്തം അറിയിക്കുമല്ലോ. ഓ അല്ല, ഞാൻ ആവേശം കൊണ്ട് പറ. നിങ്ങൾ ആവേശം കൊള്ളാൻ എന്താ? നിങ്ങൾ പാൽ ഇതുവരെ കണ്ടിട്ടില്ല. അതല്ല, മാഡം പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് നടക്കാൻ പോവാന്ന് കണ്ടപ്പോ. ഓ ആവേശം കുറയ്ക്ക്. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേക്ക്. ശ്രദ്ധിച്ചാ കേക്കുന്നത്, പറഞ്ഞോ. ഇതെന്താണെന്ന് മനസ്സിലായോ? പൊടിക്കുപ്പിയാണോ? പൊടിക്കുപ്പി മണിക്കുപ്പിയൊന്നും അല്ല, ഇതൊരു മരുന്നാ. എന്തു മരുന്ന്? എന്തൊക്കെ മരുന്ന് നിങ്ങൾക്ക് അറിയാം? നിങ്ങളുടെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ നിങ്ങൾ ഫാർമസിസ്റ്റ് ആയിരുന്നു. അതല്ല, ഞാൻ അങ്ങ് ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ചുമ്മാ ചോദിക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങ് ചെയ്താ മതി. മാഡം പറയേ, ഞാൻ ചെയ്യാൻ റെഡിയായി നിൽക്കല്ലേ. പെണ്ണിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന പാലില്ലേ? ഉവ്വ്. നിങ്ങൾ ഈ മരുന്ന് കൊണ്ട് ആ പാലിനകത്ത് കലക്ക്. അയ്യോ എന്താ? അതല്ല, ആ വക്കീലഭൂതത്തിന്റെ അടുക്കളയിൽ കയറാന്ന് വെച്ചാ എന്താ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കൂ? അതല്ല മാഡം, അവരുടെ സ്വഭാവം അറിയാമല്ലോ. എങ്ങാനും കണ്ടാ. കാണരുത്, കാണത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോ. ഈ മരുന്ന് പാലിക്കലക്കിയ മാത്രം മതിയല്ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാ ഇത് ചെയ്തതെന്ന് പത്രത്തിൽ കൊടുക്കുകയും വേണം. എന്തോ നുവ് നിന്ന് താളം തുള്ളി സമയം കളയാതെ പറഞ്ഞതുപോലെ ചെയ്യും. ദേ സൂക്ഷിച്ചു വേണം. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം?
ഞഞ്ഞഞ്ഞായോ കാര്യം പറയൂ. എന്റെ അടുക്കളയില് നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ വെറുതെ അടുക്കള കാണാൻ. അടുക്കള കാണാനോ? എന്റെ അടുക്കള കാണാൻ വരാൻ നിങ്ങളാരാ? എന്റെ അമ്മയോ അതോ എന്റെ കുഞ്ഞമ്മയോ? അയ്യോ, ഞാൻ ആ അടുക്കള കാണാനല്ലേ മോളെ ഉദ്ദേശിച്ചത്. പിന്നെ ചുമ്മാ ചുമ്മാ കാണലോ? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല ഒന്നുമില്ല, ഒരു കള്ളത്തരവും ഇല്ല മോളെ. അല്ല, എന്തോ ഉണ്ട്. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഇവിടെ കയറി വരില്ല. സത്യമായിട്ട് ഒന്നുമില്ല ജഡ്ജി മാഡം, അല്ല വക്കീൽ മാഡം. എന്താ ഇവിടെ? കലമോളുടെ വേലക്കാരിക്ക് എന്താ എന്റെ അടുക്കളയിൽ കാര്യം എന്ന് ചോദിക്കുകയായിരുന്നു. ദേ ശീലാവതി, നിങ്ങൾ എന്തിനാ ഇവരുടെ ശ്രീകോവിലി കയറാൻ പോയത്? അത് മാഡം പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞിട്ടുന്നോ? നിങ്ങളുടെ നാക്ക് പിടിത്തെടുക്ക ഞാൻ. അയ്യോ, മാഡം പറഞ്ഞില്ലായിരുന്നോ മറ്റേ കാര്യം? എന്ത്? ഞാനെന്ത് പറഞ്ഞു? മാഡം പറഞ്ഞില്ലേ? എന്ത് പറയ? എന്താ പറഞ്ഞേ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് മേടോ ഇടവും കൂടിയുള്ള എന്തോ ഇടപാടാണെന്ന്. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ പഠിച്ചാലുണ്ടല്ലോ. പറഞ്ഞത് ഞാനല്ലല്ലോ, നിന്റെ സെർവന്റ് അല്ലേ? അല്ല, ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞെന്നാ? മാഡം പറഞ്ഞത് പറയുന്നുണ്ടോ അങ്ങോട്ട്? എന്റേതാണെന്ന്. ഇവിടുത്തെ അടുപ്പിന്ന് ഭയങ്കര പുക വരുന്നു, നോക്കാൻ പറഞ്ഞില്ലേ? ഓ, അത് അത് ഞാൻ പറഞ്ഞതാ. ഇതെന്നാ മനുഷ്യനെ ശ്വാസം പിടിച്ച് കൊല്ലാൻ പോവാണോ? പുകയുടെ പേരും പറഞ്ഞ് നിങ്ങൾ അടുക്കള കയറിയത് എന്തിനാ? അത് പറ. ഒന്ന് മാറണേ, ഒന്ന് വരിതരണേ. ഞാൻ ഈ പാലൊന്നെടുത്തോട്ടെ, ഈ പാലും കൊണ്ട് ഞാൻ ഒന്ന് പൊച്ചോട്ടെ. നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? പുകയുടെ പേരും പറഞ്ഞ് നിങ്ങൾ അടുക്കള കയറിയത് എന്തിനാന്ന്? ആ പുറത്തുനിന്ന് വിളിച്ചിട്ടെ പുക വിളി കേട്ടില്ല, അതാ അകത്ത് വന്ന് വിളിക്കാന്ന് വെച്ചത്. അല്ല പിന്നെ അടുപ്പില് വെള്ളം കോരി ഒഴിക്കാൻ ഞാനാ അവരോട് പറഞ്ഞത്. അയ്യോ, ഞാൻ തീ ശരിയാക്കി വെക്കാൻ വന്നതാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്ത്. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്കുണ്ട് പണി, ശരിയാക്കി തരാം ഞാൻ. പൈമ്പാലേ പൈമ്പാല്, ഓമന പശുവും പൈമ്പാല്, പൈമ്പാലേ പൈമ്പാല്, പൂവാല് പൈമ്പാല്, പൈമ്പാല് പൈമ്പാല്, പുല്ലി പശു. നിങ്ങളുടെ അടുക്കളയിൽ ഒന്ന് കേറിയെന്ന് പറഞ്ഞ എന്താ? പുക കാരണം അടുപ്പിൽ വെള്ളം ഒഴിക്കാൻ ഞാൻ അവരെ പറഞ്ഞു വിട്ടത്. എന്റെ അടുക്കള കയറി വെള്ളം ഒഴിച്ച രണ്ടിന്റെ തല വഴി ഞാൻ വെള്ളം ഒഴിച്ചേനെ. എന്തായാലും എന്റെ സെർവന്റ് ചിക്കനും മട്ടനും ഒന്നും മോഷ്ടിച്ചില്ലല്ലോ. ആർക്കറിയാം എന്തായിരുന്നു ഉദ്ദേശം? കൊച്ചുങ്ങളെ നിങ്ങളൊന്ന് നിർത്ത്. ദൈവത്തെ ഓർത്ത് മനുഷ്യനെ ചെവിതല കേക്കട്ടെ. പൈമ്പാലേ പൈമ്പാലേ, പൂവാലി പൈമ്പാലേ, പൈമ്പാലേ പൈമ്പാലേ, പുല്ലി പശു പൈമ്പാല്, പൈമ്പാലേ പൈമ്പാല്, ഓമന പശു പൈമ്പാല്. എന്താടി പാലും കൊണ്ട് നിന്ന് പാടുന്നത്? പാൽപായസം ഒന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പാൽപ്പാട്ടെന്ന് ആദ്യമായിട്ട് കേക്കുക. ഞാൻ കുടിച്ചപ്പോ കുടിച്ചു ഞാൻ വലിയ ശക്തിക്കാരിയാകും. ഞാൻ എന്റെ ആകാശം മുട്ടങ്ങു. ഈ പാല് കുടിച്ച നീ ആകാശം മുട്ട് വളരും. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. കുടിച്ചാവേ. ആ ഡോക്ടറെ, പെണ്ണ് പാല് കുടിക്കുന്നുണ്ട് എന്നുവെച്ച 10 മിനിറ്റിനകം ഞങ്ങളെത്തും. തിരിച്ചു വെള്ള പൊതപ്പിച്ചു വേണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കൊച്ചേച്ചേ, ഞാനേ ഇവിടെ കുച്ചിട്ട് ഇപ്പൊ ശക്തിക്കാരിയാന്ന് കണ്ടാണേ. മുഴുവൻ കുച്ചാൻ പോവാ. ചേച്ചി
അയ്യോ ഹിന്ദുവേടത്തി, നമ്മുടെ കുട്ടിമണി. എന്താ എന്താന്നറിയില്ല, പെട്ടെന്ന് തലചുറ്റി വീണു. ഐ തിങ്ക് ഫുഡ് പോയിസൺ. എന്താ റീസൺ എന്ന് നിങ്ങൾ ഗസ് ചെയ്യണ്ട. അതിനല്ലേ ഞങ്ങൾ ഡോക്ടർമാര്. അല്ല, ഞാനൊരു ഊഹം പറഞ്ഞെന്നേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ പേഷ്യന്റിന് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ചേടാ, ഇതെന്തൊരു കഷ്ട. എന്റെ വക്കീലെടുത്തി, ഇത് കോടതി മുറിയല്ല. സ്ട്രെച്ചറിൽ വയ്യാത്തൊരു പാവം കിടക്കുന്നത് കണ്ടില്ലേ? ഒന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. പേഷ്യന്റിനെ അകത്തേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇന്ദുവേടത്തിയുടെ അടുക്കളയിൽ നിന്ന് കുട്ടിമണി പാല് കുടിച്ചതിന് ശേഷമായി ഈ പ്രശ്നം. എന്നതാ ഇന്ദുവേടത്തി, കുട്ടിമണി പാല് കുടിക്കാതിരിക്കാൻ വല്ല വിഷവും കലക്കി വെച്ചായിരുന്നു? അനാവശ്യം പറയരുത്. കുട്ടിമണി പാല് കുടിക്കുന്നതിന് തൊട്ടു മുൻപ് നിന്റെ വേലക്കാരി എന്റെ അടുക്കളയിൽ വന്നു. എന്തിനായിരുന്നു അത്? വിഷം കലക്കാനോ? നിങ്ങൾ പറയുന്നതല്ലേ അത്? ആ അടുക്കളയിലെ അടുപ്പിൽ നിന്നുള്ള മുടിഞ്ഞ പുക കാരണം മനുഷ്യൻ ശ്വാസം മുട്ടി ചാവൂന്ന് കണ്ടപ്പോ ഞാനാ പറഞ്ഞത് അടുപ്പിൽ വെള്ളം കോരി ഒഴിച്ച് കെടുത്തിയേക്കാൻ. അതിന്റെ വ്യാഖ്യാനം ഇപ്പൊ ഇങ്ങനെയായോ? എന്നാലും ഡോക്ടർ പറയട്ടെ എന്തായിരുന്നു. വല്ല ഫുഡ് പോയിസണും ആണെങ്കിൽ ഞാൻ അതിന്റെ അങ്ങേ അറ്റം വരെ പോകും. എന്നതാ, പോയിസന്റെയോ? അല്ല, ചില പോയിസണുകളെ കോടതി കയറ്റാൻ ഏതറ്റം വരെ പോവെന്ന്. ഇന്ദുവേടത്തിക്കൊരു വിചാരമുണ്ട്, നിങ്ങള് സുപ്രീം കോടതി ജഡ്ജാണെന്ന്. നിങ്ങൾ ഒരു ചുക്കുമല്ല. ഇന്ദുവേടത്തി വെറും ഒരു വക്കീല, വെറും വക്കീൽ, അതും കേസില്ല വക്കീൽ. എടീ, ഒന്ന് പോയേ. എന്താ ഡോക്ടർ? നിങ്ങളിങ്ങനെ പേടിക്കാനോ ആശങ്കപ്പെടാനോ ഒന്നുമില്ല. പിന്നെ ഈ കുട്ടി മാരീഡ് ആണല്ലോ അല്ലേ? അതെ. ഷീ ഈസ് ക്യാരിങ്. എന്നതാ പുത്തമല്ലിച്ച്? മോള് ഗർഭിണിയാണെന്ന്. ഞാൻ ഗർഭിണിയാ? ഈശ്വര, പുത്തമല്ലിച്ച് മോളെ. ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമായത്. ചേട്ടാ, ഇറങ്ങാ. അയ്യോ അയ്യോ, പതുക്കെ. ഗർഭം. സൂക്ഷിച്ചൊക്കെ വേണ്ടേ കുട്ടിമണി, കേട്ടോ? കലമോൾക്ക് ഇത്ര പുച്ഛിക്കാൻ എന്താ? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികള് ഗർഭിണിയാവും, അതിനിപ്പോ എന്താ? ആവുന്നോണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ കെട്ടിയവൻ തന്നെ ആയിരിക്കണം കൊച്ചിന്റെ തന്ത. എന്തൊരു വർത്തമാനാ കലമോളെ ഇത്? കലമോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്റെ വിദ്യാഭ്യാസവും മാന്യതയൊക്കെ ഞാനത് അർഹിക്കുന്നവർക്കേ കൊടുക്കാറുള്ളൂ. കുട്ടിമണി വാ. ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്തിന്? ഞങ്ങൾ ഇങ്ങി വന്നില്ലേ? പിന്നെ ആശുപത്രിയിൽ പോണോന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഇനിയിപ്പൊ എല്ലാ മാസം പോവാലോ ചെക്കപ്പിനെ. മക്കളെ, ഡോക്ടർ എന്നാ പറഞ്ഞു? വീട്ടില് പായസം വെക്കാൻ പറഞ്ഞു. എന്താ അപ്പച്ചമ്മേ? അത് ഡോക്ടർ ഏതാണ്ട് ഇംഗ്ലീഷിലാ പറഞ്ഞ. അപ്പച്ചമ്മേ, ഇംഗ്ലീഷിലോ? എന്താ എന്തു? അത് ചന്ദ്രേട്ടാ, ഇത്രയ്ക്ക് വിൽക്കാനും വിയർക്കാനും ഒന്നുമില്ല. ഞാൻ പറയാൻ കാര്യം, മനസ്സിജോ നല്ല ചെലവ് ചെയ്യണം കേട്ടോ. മനസ്സിജനും കുട്ടിമണിക്കും കൂട്ടായിട്ട് ഒരു 1.5 മണി കൂടി വരാൻ പോവാ. കുട്ടിമണി ഗർഭിണിയാണെന്ന്.
ഈശ്വരാ, ഈശ്വരാ, സത്യമാണോ ഇത്? ഒരു ഡോക്ടർക്ക് ഇത്തരം കാര്യത്തിൽ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഈശ്വര, ഇന്ദു ശരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? ആ ഓ, അതിന്റെ ഒരു കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും ആശ്ചര്യവും ഒക്കെ ഉണ്ടായിട്ടും ഒരാള് മാത്രം മിണ്ടാതെ നിൽക്കുന്ന എന്താ? നമ്മുടെ പാവം മനസ്സിജ്. എന്താ മനസ്സിജ, ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു സന്തോഷമില്ലാത്ത? അത് പിന്നെ ആ, ഞാൻ പറയാൻ കാര്യം പറയട്ടെ പറയട്ടെ. ഞാൻ പറയുമ്പോ മതികല അതിര് കടന്ന് സംസാരിക്കുന്നുവെന്ന് ആർക്കും തോന്നണ്ട. ഇല്ല. ഞാൻ പറയുന്നതേ സത്യമാ. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ മനസ്സിജനത് പറയണം. കൊച്ചേ, നീ എന്താ തലയും വാലും ഇല്ലാതെ സംസാരിക്കുന്നത്? ഇല്ലാത്തത് തലയും വാലുവാണോ അതോ കുട്ടിമണിയുടെ കൊച്ചിന്റെ തന്തയാണോന്ന് ഇപ്പൊ അറിയാം. മനസ്സിജ, സത്യം പറ, മനസ്സിജനും കുട്ടിമണിക്കും ഇടയിൽ ഒരു ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിരുന്നോ? കലയെടുത്തി സത്യം പറയണം. സത്യമേ പറയാവൂ. കാരണം കണ്ടെടുത്ത കുഞ്ഞ് വയലോരം വീട്ടിൽ വളരാൻ പാടില്ല. അതാ. സത്യം പറയ്, മനസ്സിജന്റെ കുഞ്ഞാണോ ഇത്? നിനക്ക് എന്നാ കൊച്ചേ, ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയാണോ നീ? പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. നാളെ നമ്മുടെ കുട്ടിമണിയുടെ ഭാവിക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ. സത്യം പറ മനസ്സിജ, നിന്റെ കുഞ്ഞാണോ കുട്ടിമണിയുടെ വയറ്റിൽ? നീയും കുട്ടിമണിയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നോ? കുട്ടിമണിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾക്കിടയിൽ അത്തരൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പോ ആരാ ഈ കുഞ്ഞിന്റെ അച്ഛൻ? ആരാ? അലഞ്ഞു നടന്നവൻ അല്ലേ? അല്ല, ഏതെങ്കിലും പാണ്ടി അല്ലെങ്കിൽ നാടോടി. എന്തായാലും കൊള്ളാം. വയലോരം വീട്ടിൽ ഒരു പുതിയ വിശേഷം, ഒരു അന്തർ സംസ്ഥാന ഗർഭം. കുടുംബത്തിന് നീറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പത്തെ തന്തയില്ലാത്ത ഒരു കൊച്ചും. സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവളെ കൊന്നിട്ട് ഞാനും ചാവും. എന്തോന്ന് വേണ്ടാന്ന് നാളെ കൂടി കൊടുക്കട്ടെ പിഴച്ചെടുക്കും. അല്ലാതെ ബുദ്ധിയില്ലെന്ന് പറഞ്ഞു പറഞ്ഞ് ബുദ്ധിയുള്ളവരെക്കാൾ വലിയ നാശമാ പെണ്ണിപ്പ കാണിച്ചേക്കുന്നത്. അപ്പച്ചമ്മേ, അപ്പച്ചമ്മേ മതി. അപ്പച്ചമ്മേ ഞാനാ പറയുന്നത്, മതിയാക്കാൻ. നീ തല്ലിക്കൊല്ലടാ ഇവളെ. ഒരു രീതി പറഞ്ഞാൽ നിന്നെ ചതിച്ച ഭാര്യ ഇവള്. അതെ, ഇത്തരം ചതി കാണിക്കുന്നവരെ ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചാ കൊല്ലേണ്ടത്. അതെ, ഭർത്താവിനെ ചതിക്കുന്ന ഒരു ഭാര്യയെ ഭൂമുഖത്ത് വെച്ചേക്കരുത്. ഞാൻ ഭദ്രാവിനെ ചതിച്ചിട്ടൊന്നും മിണ്ടരുത് നീ പഠിച്ചവളെ. അപ്പനാരെന്നറിയാത്ത കൊച്ചിനെ കൊണ്ട് വന്നിരിക്കുന്നു. അറപ്പാടി നിന്നെ ഞങ്ങൾക്ക്. ഉഴുത്ത പട്ടിയേക്കാൾ അറപ്പാണ്. നീ അടി പൊരിത്ത പട്ടി.
പരുത്തിക്കാവിലമ്മേ ഇത്രയും വലിയൊരു ചതി കൂടി വേണമായിരുന്നോ? എന്നെ അപ്പച്ചമ്മ തല്ലേച്ച് ഞാനേ പേച്ചവളാന്ന് പറഞ്ഞു. എന്നതാ അച്ഛത്? കൂട്ടുമണി ഒരു കുറ്റവും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ അച്ഛ കൂട്ടുമണിയോട് ഇങ്ങനെ? ഈ പേച്ചവളെന്ന് പറഞ്ഞ വലിയ ചീത്തല്ലേ അച്ഛ? എന്തിനാ അപ്പച്ചമ്മ എന്നെ അങ്ങനെ വിളിച്ച്? എന്നെ തല്ലേച്ച്, ഒത്തിരി തല്ലി. എന്റെ അച്ഛണ്ടായിരുന്നു എന്നെ തല്ലു ആരേലും. അച്ഛല്ലാത്തോണ്ട് എല്ലാരും എന്നെ തല്ലുക. മനുഷ്യനും എന്നോട് മിണ്ടത്തില്ല. എന്തിനാ എന്നെ തല്ലിയെന്ന് എനിക്ക് അറിയത്തില്ല അച്ഛൻ. എന്നെ ആശുപത്രി കൊണ്ടുപോയേ. അപ്പൊ ഡോക്ടർ ആന്റി ഏതാണ്ട് പറഞ്ഞു. അതിന്റെ പേരില് ഇവിടെ വന്നിട്ട് എല്ലാരും എന്നെ വഴക്കു പറയുവാ അച്ഛൻ. എന്റെ അച്ഛക്കാര്യത്തില് കുട്ടുപണി പാവാന്ന്. പിന്നെ എന്തിനാ അച്ഛൻ എല്ലാരും കൂടെ എന്നെ വഴക്കു പറയുന്നത്? ഈ അമ്മച്ചമ്മക്ക് എന്താ പ്രാന്താണോ? ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിൽക്കുക കൂട്ടുപണിയോട്. നോക്കിച്ചോ, ഇന്ന് ഞാന് പാനങ്കാവിൽ പോയിട്ട് 50 പൈസ ഊഞ്ഞു വെക്കും. അപ്പച്ചമ്മ പാമ്പ് കൊറ്റാനായിട്ട് പാമ്പിനും കൊടുക്കും 50 പൈസ. കൂട്ടുപണിയെ ചുമ്മാ വഴക്കു പറയുക. കേട്ടോ അച്ഛേ, എന്നെ തലല്ലേന്ന് ഇവരോടെല്ലാം ഒന്ന് പറയണ. കേട്ടോ അച്ഛേ, കേട്ടോ? എന്നെ തല്ലല്ലേന്ന് ഇവരോടെല്ലാം ഒന്ന് പറയണേ അച്ഛേ. അച്ഛയുടെ മോളൊരു പാവ. അച്ഛ കിണറ്റിൽ നിങ്ങൾ കയറി വരണേ. അച്ഛ വന്നിട്ടേ ഇവരോടൊക്കെ ഒന്ന് പറയണേ, കുട്ടുവനെ തല്ലല്ലേന്ന്. അച്ഛേ പൊന്നുപോലെ പൊതിഞ്ഞുകൊണ്ട് നടന്നിട്ടും പൊട്ടി നിന്നെ ചതിച്ചല്ലോടാ. നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? നീ ദൈവത്തെ വിളിക്കടാ. വിളിച്ച് നന്ദി പറയും. എന്തിനാണെന്നോ? ചുമ്മാതൊരു കൊച്ചിനെ കിട്ടിയില്ലേ? സോപ്പ് വാങ്ങിച്ചപ്പം ചീപ്പ് ഫ്രീ. ശവത്തി കുത്തി രസിക്കാൻ നിൽക്കരുത്. രസിക്കോടാ, ശവത്തി കുത്തി തന്നെ രസിക്കും. ഇനി അഥവാ ശവം ആയില്ലെങ്കിൽ കുത്തി കൊന്നിട്ട് വീണ്ടും കുത്തി രസിക്കും. മതി, എന്തിനാ എത്ര സന്തോഷിക്കുന്നേ? നിനക്ക് കിട്ടിയ ഈ അടിയിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരാടാ സന്തോഷിക്കേണ്ടത്? വേറെ ആരാ സന്തോഷിക്കേണ്ടത്? അത്രയ്ക്കല്ലായിരുന്നോ പെണ്ണിനെ തലയിൽ വെച്ചുകൊണ്ട് നടന്നത്? ഊട്ടുന്നു, ഉറക്കുന്നു, പാട്ട് പാടുന്നു, പാട്ട് പിന്നെന്താ? നീന്തല് പഠിപ്പിച്ചപ്പോ പൊന്നുമോൻ ഓർത്തില്ലല്ലേ അവള് മുങ്ങാങ്കുഴിയിട്ട് പോകൂന്ന്? അല്ലടാ, നാടു ചുറ്റി കണ്ടവന്റെ ഗർഭവും കൊണ്ട് വന്നവളെ ആലിംഗനം ചെയ്ത് വീട്ടിലേക്കും ജീവിതത്തിലേക്കും വീണ്ടും ആനയിച്ചവനല്ലേ നീ? എനിക്ക് വയ്യ എന്റെ ദൈവമേ. മതി, എന്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. അതിലൊന്നായിട്ട് ഞാൻ ഇതിനെയും കൂട്ടിക്കൊള്ളാം. ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരിടത്ത് ഉറച്ചു നിൽക്കണോടാ. പലയിടത്ത് പറന്ന് നടക്കുന്നവനും
പല ചില്ലയിൽ ചാഞ്ഞു നിൽക്കുന്നവനും ഇടയ്ക്ക് മൂക്കും കുത്തി വീഴും. അതിനെ ആരെയും പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്വന്തം കയ്യിലിരിപ്പിന്റെ ഗുണം അങ്ങനെ കൂട്ടിയാ മതി. ഞാൻ ചതിക്കപ്പെട്ടിട്ടേ ഉള്ളൂ മതി. ഇന്ന് വരെ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. എന്റെ അടുത്ത് വലിയ ഡയലോഗ് ഒന്നും പറയണ്ടടാ. നീ ആരെയാ ചതിക്കാത്തത്? നീ എല്ലാവരെയും ചതിച്ചിട്ടുണ്ട്. നീ കാണിച്ച ഏറ്റവും വലിയ ചതിയും നെറുകേടും എന്നോടാ. മതിയോടോ? മതിയോട് ഞാൻ എന്ത് ചെയ്തു? എന്നോട് എന്ത് ചതി കാണിച്ചു എന്ന് നിനക്കറിയത്തില്ല അല്ലേടാ? നിനക്കറിയത്തില്ലല്ലേ? കുട്ടിമണിയെ നീ സ്നേഹിച്ചു. കൊല്ലാൻ ഞാൻ നിന്റെ മുന്നിലേക്ക് ഇട്ടു തന്ന ഉരുവിനെ നീ പുല്ലും വെള്ളവും കൊടുത്തു വളർത്തി. ചുമ്മാ വളർത്തിയതല്ല, ഓമനിച്ചു വളർത്തി. ഞരമ്പിലെ ഓടവെള്ളമല്ല, നല്ല ഒന്നാം തരം കൊഴുത്ത ചോര ഒഴുകുന്നവളാ മതികല. അതുകൊണ്ട് തന്നെ അതില് പകയും വാശിയും വീറും തിരിച്ചടിക്കാനുള്ള കുതിപ്പും കരുത്തും കർമ്മശേഷിയും ഒക്കെ കാണും. പൊട്ടിയുടെ വട്ടക്കണ്ണും തത്തമ്മ ചുണ്ടും ഒക്കെ കണ്ട നീ മതികലയെ മറന്നു. മതികലയുടെ നിബന്ധനകൾ മറന്നു. അതിന്റെ ഫലമായിട്ട് ദൈവം നിനക്ക് തന്നതാടാ ഈ അവിഹിത സന്താനത്തെ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഓരോ ഭൂപടം ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. 2 വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കോപ്പി ഞാൻ എടുത്തു തരാം. നീ കണ്ടു പിടിക്ക് നിന്റെ കുട്ടുവിന്റെ കൊച്ചിന്റെ അച്ഛനെ. മതി, പ്ലീസ് നിർത്തിയേക്ക്. എന്റെ പരാജയങ്ങൾ ഞാൻ സഹിച്ചു. ജയിക്കുന്നവരുടേത് മാത്രമല്ല മതി പടനിലം, തോക്കുന്നവരുടേത് കൂടിയാ. അവരെങ്ങനെ തോൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാ പ്രധാനം. യുദ്ധക്കളത്തിൽ ദ്രോണരുടെയും കർണന്റെയും തല പോയത് ചതിയിലൂടെയാ, അല്ലാതെ നേർക്കുനേരുള്ള യുദ്ധത്തിലൂടെയല്ല. നിന്റെ പറച്ചില് കേട്ടാ തോന്നുമല്ലോ നിന്റെ ഭാര്യയ്ക്ക് ഈ ഗർഭം ഞാൻ എവിടുന്നോ ഇമ്പോർട്ട് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്തതാണെന്ന്. മുട്ടുകുത്തി കിടക്കുമ്പോഴും മുടിനാരിഴ മാത്രം അവശേഷിക്കുമ്പോഴും അസൂയ. അതാ നീ. ഇവിടം കൊണ്ടൊന്നും പഠിച്ചിട്ടില്ല നീ. സർവനാശത്തിന്റെ കരിങ്കറുപ്പ് പിടിച്ച നിമിഷങ്ങള് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, ഒന്നിനു പിറകെ ഒന്നായി അടി മനസ്സിന്റെ നെറുകെ വീണോണ്ടിരിക്കുക. പക്ഷേ മനസ്സിജൻ വീഴത്തില്ല മതി. ഹൃദയത്തിലും കൈത്തണ്ടയിലും ഒരു മിടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ, തൊണ്ടക്കുഴിയിൽ ജീവന്റെ ഒരു കുറുകൽ മിച്ചമുണ്ടെങ്കിൽ മനസ്സിജൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. എന്നിട്ട് ഞാൻ കണ്ടുപിടിക്കും ഏതൊക്കെ കളികളും ചരടുവലികളും എവിടൊക്കെ നടന്നു. ഓ ആയിക്കോട്ടെ, ഓൾ ദി ബെസ്റ്റ്. ബാലരാമപുരത്ത് നിന്നേ നല്ല കരയുള്ള ഒരു കൈത്തറി മുണ്ട് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. എന്തിനാണെന്നോ? നിനക്ക് തലയിലിട്ടോണ്ട് നടക്കാൻ. ഭാര്യയുടെ അവിഹിത ഗർഭത്തിന്റെ പേരിലുള്ള നാണക്കേട് മറയ്ക്കാൻ. കേട്ടോടാ മനസ്സിജ. കുട്ടിമണി, കുഞ്ഞുമണി, പൊന്നുമണി എന്നൊക്കെ പറഞ്ഞേ തലയിൽ വെച്ചേക്കുവായിരുന്നല്ലോ പെണ്ണിനെ. എന്നിട്ടിപ്പ എന്തായി? മനുഷ്യന് തലയെ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി. അതിന് മാത്രം പോയി ഇവിടെ എന്ത് സംഭവിച്ചു? അയ്യോ, നാണമില്ലാത്തവരുടെ നോട്ടത്തിലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എട്ടും പൊട്ടും തിരിയാത്തവളെന്ന് പറഞ്ഞ ഒരുത്തി നാട് നീള കറങ്ങി ഒരു ഗർഭവും കൊണ്ട് വന്നിട്ട് ഒരു നാണക്കേടും നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? അത് മനഃപൂർവ്വം അല്ലല്ലോ കലമോളെ. കുട്ടിമണിയുടെ വയറിന്റെ പുറത്ത് ഒരു കടലാസ് എഴുതി ഒട്ടിച്ചു വെച്ചാ മതി, മനഃപൂർവ്വമല്ലാത്ത ഗർഭം. ഇങ്ങനെയാണോ കലമോളെ കുടുംബത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടത്? കുട്ടിമണിക്കുണ്ടായ ദുരന്തം ആരും അറിയാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്? എങ്കി പിന്നെ വേറൊരു ബോർഡ് എഴുതി ഗേറ്റിൽ കൊണ്ടുവെക്കാം, വയലൂരം വീട്ടിലെ കുട്ടിമണിക്ക് ഗർഭം ഇല്ലാന്ന്. എന്താ? കലമോൾക്ക് പിന്നെ ബോർഡ് എഴുത്തും പ്ലക്കാർഡ് എഴുത്തും വലിയ വിനോദമാണല്ലോ. ദേ, നിങ്ങൾ അതിന്റെ ഇടയ്ക്കൂടെ എനിക്കിട്ട് താങ്ങണ്ട. ഞാനേ പലതും എഴുതും.
നിങ്ങള് വലിയ വക്കീലല്ലേ? ബുദ്ധിയില്ലാത്ത പെണ്ണിനെ അപ്പനില്ലാത്ത കൊച്ചുണ്ടായ എന്തെങ്കിലും നിയമപരിരക്ഷയോ നിയമസഹായമോ കിട്ടുമെന്നൊന്ന് നോക്ക്. മക്കളെ, അവളൊന്നും അറിയാത്ത കൊച്ചല്ലേ. ഈ ഘട്ടത്തിൽ അവൾക്ക് ധൈര്യം പകരുകയല്ലേ ചെയ്യേണ്ടത്. ധൈര്യം പകരുക മാത്രമല്ല, ഒന്നും അറിയാഞ്ഞിട്ടും ഗർഭിണിയായ അവളുടെ കൈ പിടിച്ചു കുലുക്കുകയും ഒരു വലിയ ട്രോഫി വാങ്ങിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്താ? ഓ, ചെലപ്പോ ഇനി ഇതിന്റെ പേരില് പഞ്ചായത്തിന്ന് വല്ല അവാർഡും കാണും. ദിവ്യഗർഭാവാർഡ്. എന്നാലും എന്റെ ദൈവമേ, ഇതൊരു വല്ലാത്ത ചതിയായി പോയി. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ നല്ലത്. കുട്ടിമണിയോടുള്ള വിദ്വേഷം കൂടുന്ന മതികല കുട്ടിമണിയെ വെള്ളത്തിൽ മുക്കുന്നു. പ്ലീസ്, ഞാൻ പറയുന്നത് വേണ്ട. മനസ്സിന്റെ നിലപാടിൽ ഇന്ദുവിനും കാവടിക്കും സംശയം. വയലോരം വീട്ടിലേക്ക് ശാരദയുടെ കത്ത് വരുന്നു. ഒത്തിരി സങ്കടമായി എനിക്കറിയാം. ആ കത്തിൽ കുട്ടിമണിക്ക് അമ്മയുടെ സാമീപ്യം അനുഭവപ്പെടുന്നു. അല്ലിയെ കാണാനെത്തിയ മനസ്സജനെ കാത്തിരുന്നത് അല്ലിയുടെ മൃതശരീരമായിരുന്നു. അല്ലിയുടെ മരണവാർത്ത അറിയുന്ന വയലോരം വീട്ടിൽ എല്ലാവർക്കും വിഷമം. നമുക്ക് അന്യരല്ല. എന്നാൽ രവിയുടെ നിലപാടിൽ കടുത്ത അമർഷം. അപ്പച്ചിയപ്പനെന്നല്ലേ പറയാറ്? നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. ഇനി മനസ്സജനെ സൂക്ഷിക്കണമെന്ന് മതികല സഞ്ജയന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ബാക്കി കഥ കൂടി മനസ്സജനെങ്ങാനും അറിഞ്ഞ പൊന്നു മോനെ ചാണക്കി വെച്ച പിച്ചാത്തിയുമായി അവനിങ്ങി വരും. പണിയാനുള്ള പണി നമ്മളായിട്ടങ്ങ് ചെയ്താ പോരെ. അല്ലി നഷ്ടപ്പെട്ട മനസ്സജന്റെ മനസ്സിൽ പ്രതികാര ചിന്ത. മനസ്സജനും മതികലയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ രവിക്ക് കിട്ടുന്നു. ഡോക്ടർ നൽകുന്ന മരുന്ന് ജലജ മതികലയ്ക്ക് നൽകുന്നു. ഹായ്, ഇതാണോ അത്? കുട്ടിമണിക്കെതിരെയുള്ള എന്റെ ക്യൂട്ട് വെപ്പൺ. മതികലയുടെ നീക്കങ്ങൾ രവി ശ്രദ്ധിക്കുന്നു. രവിക്ക് ലഭിച്ച ചിത്രങ്ങൾ വ്യാജമാണെന്ന് മതികല വാദിക്കുന്നു. മോർഫ് ചെയ്ത ചിത്രങ്ങളോ? അത് ഈ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്തില്ലേ? ഫോട്ടോയ്ക്ക് പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കാൻ മതികലയുടെ ശ്രമം. ഞാൻ ഈ ഫോൺ നന്നാക്കാൻ കൊടുത്തത്. അന്നേരെ അവിടെ ബാലേട്ടനും ഉണ്ടായിരുന്നു. ഓ, അത് ശരി. അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങൾ? അണ്ണാച്ചി ബാലനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ ഞാൻ അക്കച്ചാട് പിണങ്ങും. അക്കച്ചി സഞ്ജു അടിക്കാനാണോ? ബാലനാണ് ഈ ബുദ്ധിക്ക് പിന്നിലെന്ന് രവിയെയും വിശ്വസിപ്പിക്കുന്നു. ചെന്നായ വൃത്തികെട്ട പാണ്ടി സൈക്കിൾ അണ്ണാച്ചി. ബാലേട്ടനോ? ബാലേട്ടനല്ല, ബാലചന്ദ്രൻ. പെണ്ണിനെടുത്തു വെച്ചിരിക്കുന്ന പാലില്ലേ, നീ ഈ മരുന്ന് കൊണ്ട് ആ പാലിനകത്ത് കലക്കി. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഈ കുട്ടി മാരീഡ് ആണല്ലോ അല്ലേ? അതെ. ഷീ ഈസ് ക്യാരിങ്. മനസ്സിജനും കുട്ടിമണിക്കും കൂട്ടായിട്ട് ഒരു 1.5 മണി കൂടി വരാൻ പോവാ. നിന്റെ കുഞ്ഞാണോ കുട്ടിമണിയുടെ വയറ്റിൽ? ഞങ്ങൾക്കിടയിൽ അത്തരൊരു ബന്ധം ഉണ്ടായിട്ടില്ല. തന്റെ കൊല്ലിയോ? എന്തു പറഞ്ഞ അച്ഛനെ കൊന്നവൾ? നിന്റെ തലവരെ മാറ്റി എഴുതാൻ വരുന്നുണ്ടൊരാൾ. കാണടാ.